ഹായ് ഓൾ, വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. ഞാൻ ആര്യ. അപ്പൊ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് നോക്കാൻ പോകുന്നത് കേറ്റഡ് കാറ്റഗറി 2 ജനറൽ സയൻസിന്റെ 61 മുതൽ 90 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള വാക്കുകൾക്ക് പരസ്പരം ഒരു നിശ്ചിത ബന്ധമുണ്ട്. ആ ബന്ധമുള്ള ജോഡി തിരഞ്ഞെടുക്കുക. ഇപ്പൊ ചോദ്യം ബലം ന്യൂട്ടൺ എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ ബന്ധം വരുന്ന മറ്റൊരു സെറ്റ് വാക്കുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭാരം ലിറ്റർ, സമയം ജൂൾ, മർദ്ദം പാസ്കൽ, വേഗത ടെസ്ല. അപ്പൊ ബലം ന്യൂട്ടൺ, ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ വരുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, മർദ്ദം പാസ്കൽ. പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പാസ്കൽ ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 62. ദൈവകണം എന്ന ഓമന പേരിൽ അറിയപ്പെടുന്നവയാണ് പ്രോട്ടോണുകൾ, ലെപ്റ്റോണുകൾ, ഫോട്ടോണുകൾ, ഹിഗ്സ് ബോസോണുകൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ഹിഗ്സ് ബോസോണുകൾ. 63-ാമത്തെ ചോദ്യം. അസാധാരണമായ ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധം ആന്റാസിഡുകൾ, അനാൽജസിക്കുകൾ, ആന്റിബയോട്ടിക്കുകൾ, ആന്റിപൈററ്റിക്സ്. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്, ആന്റിപൈററ്റിക്സ്. 64-ാമത്തെ ചോദ്യം. ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്നത് മീഥേൻ, പെട്രോളിയം, കോൾ ഗ്യാസ്, ഹൈഡ്രജൻ. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്, മീഥേൻ. 65-ാമത്തെ ചോദ്യം. മനുഷ്യരക്തത്തിന്റെ സാധാരണ pH പരിധി എന്താണ്? 7.35 മുതൽ 7.45, 6.8 to 7.2, 7.5 to 8, 6.5 to 7. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്, 7.35 മുതൽ 7.45 വരെയാണ് മനുഷ്യ രക്തത്തിന്റെ pH എന്ന് പറയുന്നത്. അടുത്ത 66-ാമത്തെ ചോദ്യം. കലാമിന്റെ രാസസൂത്രമാണ് ഡാഷ്. CaCO3, ZnCO3, MgCO3, Na2CO3. ഏതുവരെ ഉത്തരം? ഓപ്ഷൻ ബി ആണ്, ZnCO3. അടുത്ത 67-ാമത്തെ ചോദ്യം. ശൂന്യതയിൽ നീല നിറത്തിന്റെ വേഗതയാണ് 3000 മീറ്റർ പെർ സെക്കൻഡ്, 3 into 10 raised to 8 less than 3 into 10 raised to 8 meter per second, equal to 3 into 10 raised to 8 meter per second, greater than 3 into 10 raised to 8 meter per second. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഈക്വൽ ടു 3 into 10 raised to 8 meter per second. 68-ാമത്തെ ചോദ്യം. എന്തുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് ചന്ദ്രന്റെ ഒരു വശം മാത്രം നമുക്ക് കാണാൻ കഴിയുന്നത്? ഭ്രമണത്തിന്റെയും പരിക്രമണത്തിന്റെയും സമയം തുല്യമാണ്. ഒരു വശം മാത്രമാണ് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത്. ഭ്രമണത്തിന്റെയും പരിക്രമണത്തിന്റെയും സമയം വ്യത്യസ്തമാണ്. ചന്ദ്രന് അന്തരീക്ഷമില്ല. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്, ഭ്രമണത്തിന്റെയും പരിക്രമണത്തിന്റെയും സമയം തുല്യമാണ്. 69-ാമത്തെ ചോദ്യം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏത്? സോഡിയം, ലിഥിയം, ലെഡ്, സിൽവർ. ഉത്തരം ഓപ്ഷൻ ബി, ലിഥിയം. 70-ാമത്തെ ചോദ്യം. ഓരോ പേശി നാരുകൾക്കും ചുറ്റുമുള്ള ബന്ധിത കലകളാണ് എപ്പിമൈസിയം, എൻഡോമൈസിയം, പെരിമൈസിയം, സാർക്കോമിയർ. ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്, എൻഡോമൈസിയം. 71-ാമത്തെ ചോദ്യം. തുരുമ്പ് രാസപരമായി ഡാഷ് ആണ്. ഫെറസ് ഓക്സൈഡ്, ഫെറിക് ഓക്സൈഡ്, ഹൈഡ്രേറ്റഡ് ഫെറസ് ഓക്സൈഡ്, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. 72-ാമത്തെ ചോദ്യം. ഒരു കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ദൂരം പോസിറ്റീവ്, നെഗറ്റീവ്, 0, അനന്തമായത്. ഉത്തരം വരുന്ന ഓപ്ഷൻ എ, പോസിറ്റീവ്. 73-ാമത്തെ ചോദ്യം. ദ്രവീകൃത വായുവിന്റെ അംശിക സ്വേദനത്തിന്റെ ഫലമായി ആദ്യം ലഭിക്കുന്ന ഘടകം ഏതാണ്? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, നൈട്രജൻ. 74-ാമത്തെ ചോദ്യം. ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജൻ അടങ്ങിയ രക്തം സ്വീകരിക്കുന്നത് ഹൃദയത്തിലെ ഏത് അറയാണ്? ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ, വലത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ. ഉത്തരം ഓപ്ഷൻ എ, ഇടത് ഏട്രിയം. 75-ാമത്തെ ചോദ്യം. പൂവിടുന്ന ചെടികളിൽ ഭ്രൂണത്തെ വലയം ചെയ്യുകയും പോഷണം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന കലകളാണ് കോട്ടലിഡൻ, എപ്പികോട്ടൈൽ, എൻഡോസ്പേം, പെരികാർപ്പ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, എൻഡോസ്പേം. 76-ാമത്തെ ചോദ്യം. കോശങ്ങളിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സജീവ ഗതാഗതത്തിന് ഊർജം നൽകുന്ന തന്മാത്ര ഏത്? ATP, DNA, ഗ്ലൂക്കോസ്, RNA. ഉത്തരം വരുന്ന ഓപ്ഷൻ എ, ATP. 77-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശാസ്ത്രീയ മനോഭാവത്തിന്റെ സ്വഭാവം ഏത്? തുറന്ന മനസ്ഥിതി, അമിത ആത്മവിശ്വാസം, കർക്കശ ചിന്ത, ആത്മനിഷ്ഠമായ അഭിപ്രായം. ഉത്തരം ഓപ്ഷൻ എ, തുറന്ന മനസ്ഥിതി. 78-ാമത്തെ ചോദ്യം. നിർദ്ദിഷ്ട നിരീക്ഷണങ്ങളിൽ നിന്നും സാമാന്യ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയാണ് അറിവ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? വിമർശനാത്മക ചിന്ത, ക്രിട്ടിക്കൽ തിങ്കിങ്, നിഗമന ചിന്ത, ഡിഡക്റ്റീവ് തിങ്കിങ്, ആഗമന ചിന്ത, ഇൻഡക്റ്റീവ് തിങ്കിങ്, പ്രതിഫലാത്മക ചിന്ത, റിഫ്ലക്റ്റീവ് തിങ്കിങ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, ആഗമന ചിന്ത.
അടുത്തത് 79ാമത്തെ ചോദ്യം അല്ലെ. 79ാമത്തെ ചോദ്യം, ഗോട്ടിലിയെ ഹേബർലാൻഡ് എന്ന പേര് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഗ്രീൻ റവല്യൂഷൻ ഹരിത വിപ്ലവം, നാച്ചുറൽ ഫാമിംഗ് പ്രകൃതി കൃഷി, ഓർഗാനിക് ഫാമിംഗ് ജൈവ കൃഷി, ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട പേരാണ് ഗോട്ടിലെ ഹേബർലാൻഡ് എന്നത്. ഓക്കെ. അടുത്തത് 80ാമത്തെ ചോദ്യം, ഏത് താപനിലയിലാണ് സെൽഷ്യസിലെ താപനിലയും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാകുന്നത്? 0°C, -273°C, -40°C, 273°C. അപ്പൊ ഫാരൻഹീറ്റും സെൽഷ്യസ് സ്കെയിലും സെയിം ആവുന്ന താപനില എന്ന് പറയുന്നത് ഏതാണ്? -40°C ആണ്. 81ാമത്തെ ചോദ്യം, സൂര്യതാപം ഭൂമിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? ചാലനം, വികിരണം, സംവഹനം, ബാഷ്പീകരണം. ഉത്തരം വരുന്നത് വികിരണം. ഓപ്ഷൻ ബി ആണ്. 82ാമത്തെ ചോദ്യം, തലച്ചോറിലെ ഏത് ഭാഗമാണ് താപനില, വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്നത്? സെറിബ്രം, ഹൈപ്പോ തലാമസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ, തലാമസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ഹൈപ്പോ തലാമസ്. 83, ബാരോമീറ്റർ റീഡിംഗിൽ പെട്ടെന്നുള്ള താഴ്ച എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? തെളിഞ്ഞ ആകാശത്തോടു കൂടിയ നല്ല കാലാവസ്ഥ, കൊടുങ്കാറ്റിന് സാധ്യത, താപനില വ്യത്യാസപ്പെടുന്നില്ല, അതിശൈത്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, കൊടുങ്കാറ്റിന് സാധ്യത. 84ാമത്തെ ചോദ്യം, ഒരു കൃത്രിമ ഉപഗ്രഹത്തിനെ അതിന്റെ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഒരു നിശ്ചിത ബിന്ദുവിലായി കാണപ്പെടുന്നത് ഈ ഉപഗ്രഹം ഡാഷ് ആണ്. ശൂന്യാകാശത്തിൽ നിശ്ചലമാണ്, ഭൂമിയെ ഒരു വർഷം കൊണ്ട് ചുറ്റുന്നു, ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണം 12 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുന്നു, ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണം 24 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണം 24 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുന്നു. 85ാമത്തെ ചോദ്യം, ഒരു പ്രഷർ കുക്കർ ആഹാരം വേഗത്തിൽ പാകം ചെയ്യുന്നത് ജലത്തിന്റെ താപനില സാധാരണ തിളനിലയേക്കാൾ വർദ്ധിക്കുന്നു, എല്ലാ താപവും ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്നതിനാൽ, താപം കടന്നു പോകുന്നത് നിയന്ത്രിക്കുന്നതിനാൽ, ജലത്തിന്റെ തിളനില കുറയുന്നതിനാൽ. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്. ജലത്തിന്റെ താപനില സാധാരണ തിളനിലയേക്കാൾ വർദ്ധിക്കുന്നു. അടുത്ത 86ാമത്തെ ചോദ്യം, ഇനി പറയുന്ന അദിശ അളവ് ഏതാണ്? ബലം, പ്രവൃത്തി, പ്രവേഗം, ആക്കം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, പ്രവൃത്തിയാണ്. 87ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് കമൻസലിസത്തെ സൂചിപ്പിക്കുന്നത്? 2 സ്പീഷീസുകൾക്കും ദോഷകരമാണ്, 2 സ്പീഷീസുകൾക്കും ഗുണകരമാണ്, ഒരു സ്പീഷീസിന് ഗുണകരമാണ് മറ്റതിനെ ബാധിക്കുന്നില്ല, ഒരു സ്പീഷീസിന് ഗുണകരമാണ് മറ്റതിന് ദോഷകരവുമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഒരു സ്പീഷീസിന് ഗുണകരമാണ് മറ്റതിനെ ബാധിക്കുന്നില്ല. 88ാമത്തെ ചോദ്യം, അന്തരീക്ഷത്തിന്റെ താപവികാസം കാലാവസ്ഥാ ക്രമത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇത് കാറ്റിന്റെ വേഗത കുറയ്ക്കുന്നു, ഇത് ഇടിമിന്നലിന്റെ ആവൃത്തി വർദ്ധിപ്പിക്കുന്നു, ഇത് വായുപിണ്ഡം ഉയരുന്നതിനും താഴ്ന്ന മർദ്ദമേഖലകൾ സൃഷ്ടിക്കുന്നതിനും കാരണമാകുന്നു, ഇത് മേഘങ്ങളുടെ രൂപീകരണം തടയുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇത് വായുപിണ്ഡം ഉയരുന്നതിനും താഴ്ന്ന മർദ്ദമേഖലകൾ സൃഷ്ടിക്കുന്നതിനും കാരണമാകുന്നു. 89ാമത്തെ ചോദ്യം, നിലവിലുള്ള അറിവുകളിൽ നിന്നും നൈപുണികളിൽ നിന്നും പുതിയ ഘടന രൂപപ്പെടുത്തുക എന്നതിന് ഊന്നൽ നൽകുന്നത് ബ്ലൂംസ് ടാക്സോണമിയുടെ ഏത് ഉപവിഭാഗമാണ്? ആപ്ലിക്കേഷൻ, അനാലിസിസ്, ഇവാലുവേഷൻ, സിന്തസിസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, സിന്തസിസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു 3ാം വർഗ ഉത്തോലകത്തിൽ ധാരം രോധത്തിനും യത്നത്തിനും ഇടയിൽ വരുന്നു, രോധം യത്നത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നു, യത്നം രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നു, ഇവയൊന്നുമല്ല. നമുക്കറിയാം 3 ഉത്തോലകങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ 3ാം വർഗ ഉത്തോലകത്തിന്റെ പ്രത്യേകത എന്താണ്? യത്നം എന്ന് പറയുന്നത് രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നു. അപ്പൊ 90ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ. അപ്പം 30 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ചെറിയ ചില ചേഞ്ചസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഈ വീഡിയോയുടെ താഴെ തന്നെ അത് ചെയ്യുന്നതാണ്. അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.